ദൈവം ഉണ്ടെന്നുള്ള വിചാരം നമുക്ക് നഷ്ടപ്പെടുന്നു. ദൈവം എൻ്റെ കൂട്ടത്തിലുണ്ട്, എന്നെ നാളിതുവരെ സംരക്ഷിച്ചതാണ്, അതുകൊണ്ട് ഇന്നും നാളെയും സംരക്ഷിക്കും എന്ന ബോധ്യം നമുക്ക് നഷ്ടപ്പെടുന്നു. നമ്മൾ വിശ്വാസത്തിൽ ഉറങ്ങുന്നവരായിട്ട് മാറുന്നു. അതിനെക്കുറിച്ച് വീണ്ടും വിശുദ്ധ അഗസ്തീനോസ് പറയുന്നത്, God sometimes take us into storms not to discipline us but to disciple us, not to break us but to better us more like his son Jesus. എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളെ ചിലപ്പോൾ ഇതുപോലെ കാറ്റും തോളിലൂടെ ഒരു അച്ചടക്കത്തിന് വേണ്ടി കൊണ്ടുപോകുന്നതല്ല, ഡിസിപ്ലിൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്നതല്ല, മറിച്ച് ഡിസൈപ്പിളാക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നതാണ്. എന്ന് പറഞ്ഞാൽ ശിക്ഷയാക്കാനായിട്ട്, ദൈവത്തിന് വിധേയപ്പെട്ടുകൊണ്ട് ജീവിക്കാനായിട്ട് ദൈവം നമ്മളെ കൊണ്ടുപോവുകയാണ്. ദൈവം നമ്മളെ അച്ചടക്കം പഠിപ്പിക്കുകയല്ല, ശിഷ്യനാകാൻ പഠിപ്പിക്കുകയാണ്. ഇതുപോലെയുള്ള കാറ്റും തോളിലൂടെ പോകുന്നത് ദൈവം നമ്മളെ തകർക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല, മറിച്ച് മെച്ചപ്പെടുത്താനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ദൈവം ഒരിക്കലും തകർക്കുകയില്ല, മെച്ചപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത്. ഈശോയെ പോലെ പിതാവിന് വിധേയപ്പെട്ടുകൊണ്ടുള്ള ഒരു ജീവിതം നയിക്കാനായി പിതാവ് പുത്രനെ സ്നേഹിക്കുന്നില്ല. നമ്മളെല്ലാം ദൈവത്തിന്റെ മക്കളാണല്ലോ. അതുകൊണ്ട് ഈ പുത്രനെ പോലെ സ്നേഹിച്ചുകൊണ്ട് പ്രതികൂലമായ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ആരും നിരാശപ്പെടുന്നില്ല. ശാന്തമാവുക, നമ്മുടെ ശക്തിക്കതീതമായ ഒരു പ്രലോഭനങ്ങളും ഒരു പ്രയാസങ്ങളും ദൈവം അനുവദിക്കുന്നില്ല. മറിച്ച് പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാനുള്ള ശക്തി കൂടി നമ്മുടെ കയ്യിലൂടെ ദൈവം അത് തന്നിട്ടുണ്ട് എന്ന ബോധ്യത്തോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. ഈ വചനഭാഗത്തെ കുറിച്ച് തന്നെ വിശുദ്ധ അഗസ്തീനോസ് വീണ്ടും ഒരു വ്യാഖ്യാനം നൽകുന്നത്, മറ്റുള്ളവർ നിങ്ങളെ ചീത്ത പറയുമ്പോൾ, അധിക്ഷേപിക്കുമ്പോൾ നിങ്ങൾ കാറ്റിലകപ്പെടുകയാണ്. നിങ്ങളുടെ ദേഷ്യം ഇരട്ടിക്കുമ്പോൾ നിങ്ങൾ കൊടുങ്കാറ്റിലകപ്പെടുകയാണ്. അങ്ങനെയുള്ള സമാനമായ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതമാകുന്ന നൗക അപകടത്തിലാണെന്ന് ഓർക്കുക. അപ്പോൾ നമ്മൾ ദേഷ്യം വരുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മൾ വായിച്ചു കേട്ടത്, ഈ കഴിഞ്ഞ കൊറോണ കാലത്ത് 2020 മാർച്ച് മാസം ഏകനായി നിന്നുകൊണ്ട് ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ആരാധന നടത്തുകയും ചെയ്ത സന്ദർഭത്തിൽ തിരഞ്ഞെടുത്ത സുവിശേഷ ഭാഗവും ഇത് തന്നെയായിരുന്നു.
ഈശോ കാറ്റിനെയും കടലിനെയും ശാസിക്കുന്ന മർക്കോസിൻ്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗം, അതിലേക്ക് നമുക്ക് പ്രാർത്ഥനാപൂർവം പ്രവേശിക്കാം. ഈശോ രാവിലെ മുതൽ സായാഹ്നം വരെ അവിടുന്ന് കടൽത്തീരത്തിരുന്നു കൊണ്ട്, വള്ളത്തിലിരുന്നു കൊണ്ട് ജനങ്ങളെ പഠിപ്പിക്കുകയായിരുന്നു. ദീർഘമായ പ്രഭാഷണമായിരുന്നു അത് ഈ ഒരു 35-ാമത്തെ വാക്യത്തിന് മുൻപുള്ള 4-ാമത്തെ അധ്യായം ആരംഭിക്കുന്നത് കളകളുടെ വിതക്കാരൻ്റെ ഉപമ പറഞ്ഞുകൊണ്ട്. അപ്പോൾ സായാഹ്നമായപ്പോൾ ഈശോ ക്ഷീണിതനായി. മാത്രമല്ല, അനേക പേര് വന്ന് ഈശോയുടെ പ്രഭാഷണത്തിന് രാവിലെ മുതൽ അവിടെ ഉണ്ടായിരുന്നതായി. അതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന അപ്പസ്തോലന്മാരോട് ഈശോ പറഞ്ഞു, വള്ളമെടുത്ത് ഗലീലി കടലിലൂടെ അക്കരയ്ക്ക് പോകാം. ശിഷ്യന്മാരെ മാത്രമാണ് ആ വള്ളത്തിൽ കയറ്റിയത്. മറ്റുള്ളവർ മറ്റു വള്ളങ്ങളിൽ വന്നു, മറ്റു ചിലർ തിരിച്ചുപോയി. അപ്പോൾ ഈശോ ഈ ഗലീലി കടലിലൂടെ യാത്ര ചെയ്യുകയാണ്. ഗലീലി കടലിൻ്റെ പ്രത്യേകത വളരെ പ്രക്ഷുബ്ധമാണ്. എപ്പോഴാണ് കാറ്റും കോളും വരുന്നത് എന്ന് നിശ്ചയമില്ല. അപ്പോൾ അത്രമാത്രം കാറ്റും കോളും ഏതു സമയത്തും വരാവുന്ന ഗലീലിയിലെ കടലിലൂടെ വഞ്ചിയിൽ ഈശോയും ശിഷ്യന്മാരും യാത്ര ചെയ്യുന്നു. സ്വാഭാവികമായും ഈശോ രാവിലെ മുതൽ പ്രഭാഷണത്തിലായിരുന്നത് കൊണ്ട് അവിടുന്ന് ശാരീരികമായി ക്ഷീണിതനായിരുന്നു. നമുക്കറിയാം, ഈശോ പൂർണ്ണനായ മനുഷ്യനും പൂർണ്ണനായ ദൈവവുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു മനുഷ്യസഹജമായിട്ടുള്ള ക്ഷീണം ഈശോയ്ക്ക് അനുഭവപ്പെട്ടു. ഈശോ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്ത് അവിടെ തലയിണ വെച്ച് അവിടെ ഉറങ്ങുകയാണ്, ഈ വഞ്ചിയിൽ ഉറങ്ങുകയാണ്. അപ്പോൾ ഈ വഞ്ചിയിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇരിക്കുകയാണെന്നോ ഈശോ തങ്ങളുടെ കൂട്ടത്തിലുണ്ടോ എന്നോ ഒന്നും ചിന്തിക്കാതെ തന്നെ അവരെ ഭയപ്പെടുകയാണ്. സത്യം പറഞ്ഞാൽ ഭയപ്പാടിൻ്റെ ആവശ്യം ഈശോ പ്രവർത്തിച്ചത് ഇവർ കണ്ടതാണ്. പക്ഷെ അവർ ഭയപ്പെടുകയാണ്. ഭയപ്പെട്ട് അവർ ഈശോയെ വിളിച്ചുണർത്തുകയാണ്. കാരണം അവർ ഭയപ്പെട്ടതിൻ്റെ കാരണം, ഇപ്പോൾ ഈ കാറ്റിലും ഈ ഗലീലി കടൽ തീരത്ത് അവർ മുങ്ങിത്താഴും, അവർ മരിച്ചു പോകും. അപ്പോൾ അതിന് ഈശോയെ വിളിച്ച് ഉണർത്താനായിട്ടുള്ള പരിശ്രമം നടത്തുകയും ഈശോ ഒന്നാമത്തെ സന്ദേശം നമുക്കെടുക്കാം. അതായത് ഒന്നാമത്തെ സന്ദേശം ഇതാണ്: ഈശോ തൻ്റെ പ്രവർത്തനങ്ങൾക്ക് മുൻപ്, പ്രവർത്തനങ്ങൾക്ക് ശേഷം പലപ്പോഴും അവിടുന്ന് മരുഭൂമിയിലേക്ക് പോയിട്ടുണ്ട്, മലമുകളിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ കടലിലൂടെ സഞ്ചരിക്കുകയാണ്. ഈ ജനക്കൂട്ടത്തിൽ നിന്ന് ഈശോ മാറി നിന്നു. ജനക്കൂട്ടത്തിൽ നിന്ന് മാറി നിൽക്കാൻ കാരണം ഈശോ ഇനിയുള്ളത് ഈശോയ്ക്ക് കുറെ കൂടി ഊർജം ആവശ്യമുണ്ട്. പിതാവിനോട് സംഭാഷണം നടത്തുന്നതിന് വേണ്ടി, പിതാവിനോട് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ഈ തിരക്കുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഈശോ മാറി നിൽക്കുകയാണ്, ശാന്തനാവുകയാണ്, തിരക്കുകളിൽ നിന്നും ബഹളങ്ങളിൽ നിന്നും മാറുകയാണ്. അതെന്തിനാണ്? അടുത്ത പ്രവർത്തനങ്ങളിലേക്കുള്ള ശക്തി സ്വീകരിക്കുന്നതിന് വേണ്ടി ഈശോ പിതാവുമായിട്ടുള്ള സംഭാഷണം നടത്തുന്ന വിധത്തിൽ ഈശോ മാറി നിൽക്കുകയാണ്. പുതിയ ഊർജം സ്വീകരിക്കാൻ, ശാന്തമാകാൻ, ഇനിയും നന്നായി പ്രവർത്തിക്കാൻ വേണ്ടി. ഇതാണ് ലക്ഷ്യം. അപ്പോൾ ഈ നൂറ്റാണ്ടിൽ, ഈ കാലഘട്ടത്തിൽ ഇതൊരു സന്ദേശമായി നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. നമ്മൾ ഒത്തിരിയേറെ കാര്യങ്ങളിൽ വ്യാപൃതരാണ്. ശ്രാവ്യന്മാരോടും ചേർന്ന് നാഥനായ ആരാധന സമർപ്പിക്കുന്നു. പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ വലിയവരും ബലഹീനരുമാകുലരുമായി ദാസൻ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായി
സന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവേ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവേ. ഞാനീ ചെയ്തത് നിങ്ങളെൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേ. ഞങ്ങളുടെ തിരുപതാധ്യക്ഷന്മാർ മാത്യു മെത്രാപ്പോലീത്തായും പുരോഹിതന്മാർ സമർപ്പിതരുമായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും ശ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർത്തിച്ച് നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണം. കർത്താവേ, ഞങ്ങളുടെ നാഥനുമായ ശംസികായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും അഭിനയവും ഭയവും പരിശുദ്ധവും ജീവിതായും ദൈവികമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിലൂടെ ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ മൂലരക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുദീർഘവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവിശ്വമിശിഹായ നിന്റെ നാമത്തിന്റെ സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകമായ അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, ബദ്ധതമാകും മോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യാം. അങ്ങയുടെ ആത്മാവോടും കൂടെ വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. വിശുദ്ധമായ ചിന്തകളോടും കൂടെ പാപമോചനത്തിനായി കാനിപൂർവ്വം നൽകപ്പെട്ടിരിക്കുന്ന ജീവിതായകമായ ഈ തീക്കട്ടെ നമുക്ക് സമീപിക്കാം. സ്നേഹമുള്ളവരെ, വിശുദ്ധ
മനുഷ്യവംശത്തിന്റെ പ്രത്യാശയായ മിശിഹായേ, ഈ കുർബാന വഴി ഉദ്ധാരത്തിന്റെ രഹസ്യത്തിൽ നീ ഞങ്ങളെ പങ്കുകാരാക്കി തിരുരക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ ഞങ്ങൾ നിന്റെ അനന്തകാരുണ്യത്തിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും